എല്ലാവർക്കും എൻ്റെ മൈ കിറ്റൻസിലേക്ക് സ്വാഗതം. എൻ്റെ ജന്മനാളാണ് നാളെ. അപ്പം ഞാനൊരു സാരി വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ മരിച്ചതിൻ്റെ വിഷമത്തിൽ തന്നെയാണ്. പക്ഷേ ഇത് അതിനു മുമ്പ് തീരുമാനിച്ചൊരു കാര്യമാണ്. ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നത് നമുക്ക് നേരത്തെ അറിയാവുന്നതല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ സാരി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ. ഞാൻ ഇതിപ്പോൾ ഇവിടെ ഇത് അയൺ ചെയ്യുന്ന സ്ഥലമാണ്. ഞാനിവിടെ നിന്ന് പ്രസ് ചെയ്യാനായിട്ട് കൊണ്ടുവച്ചിരിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മടക്കുകളൊക്കെ ഉണ്ടല്ലോ ഇതിൽ, ഇങ്ങനെ അതൊന്നും നമുക്ക് നൂത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട്. നാളെ വൈകിട്ടാണ്, വീട്ടിൽ വെച്ചാണ് ഫങ്ഷൻ. അപ്പം അപ്പോഴും കറണ്ട് ഇല്ലെങ്കിലോ. അപ്പോൾ ഞാൻ എന്താണ്ട് അയൺ ബോക്സ് എടുത്ത് ഞാൻ ഒന്ന് പതുക്കെ, ദൈവമേ സാരിയൊന്നും ചീത്തയാകരുതേന്നും പറഞ്ഞാണ് പ്രസ് ചെയ്യുന്നത്. ആർക്കറിയാം ഇതൊക്കെ എപ്പോഴാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ കരിഞ്ഞു പോയാൽ തീർന്നില്ലേ. അപ്പോൾ ഇത് കാഞ്ചീപുരം സാരിയാണ്. ഇത് പച്ച, എല്ലാവർക്കും പച്ച ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പച്ച ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഞാൻ പിന്നെ കല്യാണ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉടുത്തതും ഒരു പച്ച പട്ട് സാരിയായിരുന്നു. പിന്നെ പണ്ടൊക്കെ നമ്മൾ ആ സ്ഥലത്ത് ചെല്ലുമ്പോഴല്ലേ നാത്തൂൻ സാരി കൊണ്ട് തരികയും നമ്മൾ ഉടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴല്ലേ തലേ ദിവസമേ സാരിയും കൊണ്ടുവന്ന് മേക്കപ്പും ഒക്കെ ചെയ്തു പോകുന്നതാണ്. അന്ന് അങ്ങനെയല്ല. അന്ന് നമ്മൾ കല്യാണ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് അവർ സാരി തരുന്നത്. അപ്പം ഞാൻ ഉടുത്തുകൊണ്ട് പോയത് ഒരു പച്ച സാരിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബോർഡർ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആണോ? എല്ലാവർക്കും ഇഷ്ടമായോ ബോർഡറൊക്കെ? ഞാൻ വിചാരിച്ച് നിങ്ങളെ എൻ്റെ ഈ സാരി ഒന്ന് കാണിക്കാമെന്ന്. കൊതിപ്പിക്കാനൊന്നും അല്ല കേട്ടോ. ഈ സാരിയിൽ എന്തോന്നിരിക്കുന്നു കൊതിക്കാനായിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും പ്രസ് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കുറേ കസിൻസും അവരും ഒക്കെ എല്ലാവരും പറയുന്നു കാണിക്കുമെന്ന് പറയേ. എൻ്റെ വെളിയിലുള്ള ഫോറിനിലൊക്കെ എനിക്ക് 2, 3, 4, 5 കസിൻസ് ഉണ്ട്. അവരെല്ലാവരും പറയും ചേച്ചി ഇങ്ങനെ വെഡിങ് ബർത്ത്ഡേയുടെ അന്നുള്ള ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കും. നാളെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കും, അത് കാണിക്കാം. ഇതിപ്പം സാരി തേക്കുന്നതാണ്. ഇപ്പം ഇഷ്ടമായെന്ന് വിചാരിക്കും. എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ചിലർക്കൊക്കെ ഞാൻ ഇതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ ബ്യൂട്ടിഫുൾ സാരി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാനും എൻ്റെ ഒരു മരുമോളും കൂടെ പോയാണ് വാങ്ങിച്ചത്. പിന്നെ എനിക്ക് പിന്നെ സെലക്ഷൻ അങ്ങനെയൊന്നും താമസമില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് സെലക്ട് ചെയ്യും. എന്തെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കില്ല. എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റേ ഞാൻ ഈ സാരി സെലക്ട് ചെയ്യാൻ എടുത്തുള്ളൂ. ഞാൻ ചെന്നപ്പോൾ നമ്മൾക്ക് എത്രയാണ് റേഞ്ച് എന്നുണ്ടല്ലോ, ആ റേഞ്ചിൻ്റെ പോത്തീസിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ആ റേഞ്ചിൻ്റെ അവിടെ ചെന്ന് നിന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു ഗ്രീൻ സാരിയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഒരു ഗ്രീൻ എടുത്തു. അതിൽ പക്ഷേ ബോർഡർ ഇല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അത് പക്ഷേ ഇതിനെക്കാട്ടി വില കുറവാണ്. ഇത് 10,000 അപ്പം ഞാൻ പറഞ്ഞു വേറെ കുറച്ചുകൂടെ എടുക്കും, ബോർഡറുള്ള എടുക്കാമെന്ന്. ഞാൻ തന്നെ അവൻ ബോർഡറുള്ള 2 എണ്ണം എടുത്തു. ഇതും വേറൊന്നും. അപ്പോൾ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് കുഞ്ഞ് കശവിൻ്റെ പൂക്കളാണ്. മറ്റേത് കുറച്ചും കൂടെ വലുതായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഇതെടുത്തു. 10 മിനിറ്റ് സെലക്ഷൻ, 10 മിനിറ്റ്. പിന്നെ നമ്മൾ മരുമോൾക്ക് കുറച്ച് ബ്ലൗസ് പീസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. മരുമോൾ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, എന്ത് കണ്ടാലും പിന്നെ എനിക്ക് ഭയങ്കര ചുമയാണ്, ഇഷ്ടപ്പെടില്ല. ഒരുപാട് നേരം സെലക്ട് ചെയ്യാൻ എടുക്കും. ഞാനങ്ങനെയല്ലേ, വളരെ പെട്ടെന്ന്. അയ്യോ എനിക്ക് ഭയങ്കര ചുമ. ഞാൻ വിചാരിച്ചു ഇനി നാളെ കറണ്ടില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം പ്രസ് ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു 11:30 മണിക്കൊക്കെയാണ് അവിടെ എത്തിയത്. 1:30 മണിക്ക് നമ്മൾ തിരിച്ച് വീട്ടിലും എത്തി. പിന്നെ ഞങ്ങൾ അവിടെ ഇതിൻ്റെ ബ്ലൗസ് പീസ് തയ്ക്കാനെന്നും പറഞ്ഞ് നമ്മളവിടെ ആ ബോട്ടിക്കിൽ കയറി പോത്തീസിൻ്റെ. അയ്യോ നമ്മളെയും കൂടെ കൊല്ലും. 1500 രൂപയായിരുന്നു ഒരു 2 ദിവസം കൊണ്ട് തയ്ച്ചു തരുന്നതിന്. വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ 1200 റേഞ്ചിൽ കുറേ സാരീസ് ഇരിക്കുന്ന കേട്ടോ. എനിക്കൊന്ന് കണ്ടിട്ട് കൊതി വന്നു 2 സാരി കൂടെ വാങ്ങിക്കാൻ. പക്ഷേ അതൊക്കെ അത്യാഗ്രഹമോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് വാങ്ങിച്ചില്ല. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. ബൈ.